അല്ലാതെ ഒരിക്കലും ഓടക്കുഴലും പിടിച്ചുകൊണ്ട് ഒരാൾ മുമ്പിൽ വന്നിട്ട് ഞാൻ കൃഷ്ണനാണ്, ശൂലം പിടിച്ചു വന്നിട്ട് ഞാൻ ദേവിയാണ് എന്നൊന്നും പറയില്ല. ആത്മാവിലൂടെ ഈശ്വരനെ തിരിച്ചറിയാൻ സാധിക്കും. ഈ ആൾദൈവങ്ങൾക്കൊന്നും ഇവരുടെ മരണം തടയാൻ പറ്റുന്നില്ലല്ലോ, ഒരിക്കലും തടയാൻ പറ്റുന്നില്ല. ഈ കഴിഞ്ഞിടക്കും കണ്ടു, അത്രയും ടോപ്പസ്റ്റ് ലെവലിൽ നിൽക്കുന്ന ഒരു വ്യക്തി ഹോസ്പിറ്റലൈസ് ആയി സർജറി ആയിട്ട് കിടന്നു. ഇതെല്ലാം വിട്ടിട്ട് നമ്മൾ ആ ഒരു സത്യത്തെ അന്വേഷിക്കുകയാണെങ്കിൽ ഈശ്വരനെ നമുക്ക് നമ്മുടെ ഉള്ളിൽ കാണാൻ പറ്റും. നമസ്തേ. നമസ്തേ. ആരാണ് ദൈവം? വാക്കാണ് സത്യം, സത്യമാണ് ഈശ്വരൻ. ഏറ്റവും ചെറുതായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ അമ്പലങ്ങളിൽ പോകുമ്പോൾ തത്വമസി എന്ന് കാണാം, അഹം ബ്രഹ്മാസ്മി എന്ന് കാണാം. അപ്പോൾ നമ്മുടെ ഉള്ളിലാണ് ദൈവം എന്നാണ് പറയുന്നത്. തീർച്ചയായും. ആ ദൈവത്തെക്കുറിച്ചൊന്ന് പറയാമോ? നമ്മൾ നോക്കുന്ന സമയത്ത് ഏറ്റവും ടോപ്പസ്റ്റായിട്ട് നമ്മൾ കാണുന്നത് ഭഗവാൻ കൃഷ്ണനെ തന്നെയാണ്. പക്ഷെ അതിൻ്റെ മുകളിലാണ് ദേവി ഇരിക്കുന്നത്. ബ്രഹ്മദേവൻ്റെയും വിഷ്ണു ഭഗവാന്റെയും മഹാദേവൻ്റെയും ഒക്കെ അവരുടെയൊക്കെ ശക്തിയിൽ നിന്നുണ്ടായതാണ് അമ്മ പരാശക്തി. അപ്പം ആ ഒരു കോൺസെപ്റ്റിൽ പോകുമ്പം ദേവി എന്ന് പറഞ്ഞു പോവുകയാണെങ്കിൽ അങ്ങനെ. ഇനി അതല്ല എങ്കിൽ പരമദിവ്യോത്തമ പുരുഷനായിരിക്കുന്ന കൃഷ്ണനിൽ നിന്ന് വന്ന ജീവാത്മാക്കളാണ് നമ്മൾ. അപ്പം നമ്മൾക്കുള്ളിൽ തന്നെ ജീവാത്മാവും പരമാത്മാവും ഒരേ സമയം കുടികൊള്ളുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്കുള്ളിൽ നിന്ന് ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉള്ളിൽ നിന്നൊരു പ്രചോദനം ഉണ്ടാവും. അത് ചെയ്യണ്ട, അല്ലെങ്കിൽ അത് പറഞ്ഞു പോയത് തെറ്റായിപ്പോയി, പറയണ്ടായിരുന്നു. പക്ഷെ പ്രവർത്തിക്കുന്നത് ശരീരമാണ്. അപ്പം നമ്മുടെ ഹൃദയത്തിൽ കുടികൊള്ളുന്ന ആ ശക്തിയാണ് നമ്മൾ ഈശ്വരൻ എന്ന് വിളിക്കുന്നത്. ആ ആത്മാവിനോടൊപ്പം പരമാത്മാവും കുടികൊള്ളുന്നുണ്ട്. അപ്പോൾ ഈ പരമാത്മാവാണ് പല കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന സമയത്തും അത് ചെയ്യരുത് എന്ന് പറഞ്ഞ് വിലക്കുന്നത്. പൊതുവെ മനുഷ്യരത് കേൾക്കില്ല, എടുത്തടിച്ച് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ നമ്മളുടെ ഉള്ളിലിരിക്കുന്ന ഈശ്വരനെ തിരിച്ചറിയണമെന്ന് പറയുന്നത്. എല്ലാ ജീവാത്മാക്കൾക്കുള്ളിലും പരമാത്മാവ് കുടികൊള്ളുന്നുണ്ട്. അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുള്ളിലെ ഈശ്വരനെ അറിയാൻ പറ്റും. പക്ഷെ ഒരിക്കലും നമ്മൾ നമ്മളെ ആരാധിക്കാൻ പാടില്ല. പൊതുവെ കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഈ മനുഷ്യ ദൈവങ്ങൾ, അല്ലെ, ആൾ ദൈവങ്ങൾ. ഒരിക്കലും അങ്ങനെ ഒരു വ്യക്തിക്ക് ദൈവമാവാൻ കഴിയില്ല. അത് ഈ കലിയുഗത്തിൽ നടക്കാത്ത കാര്യമാണ്. മുൻകാലങ്ങളിൽ സിദ്ധന്മാരും യോഗി വര്യന്മാരും ഒക്കെ ഉണ്ടായിരുന്നു, ഇല്ലെന്നല്ല. അവരുടെ ജീവിത രീതി നമ്മളെപ്പോലെയേ ആയിരുന്നില്ല. അങ്ങനെ എൻറ്റേർലി ഡിഫറെൻ്റ് ആയ ഒരു വ്യക്തി ഇന്നില്ല. ഇന്ന് ഏത് ആൾദൈവവും സഞ്ചരിക്കുന്നത് ബെൻസിലാണ്, അല്ലേ? എല്ലാ ആൾദൈവവും ബെൻസിൽ സഞ്ചരിക്കുന്നു. അവർ ഇടുന്നത് കാവ്യാണെങ്കിൽ കോസ്റ്റ്ലി കാവ്യല്ലാതെ അവരിടില്ല. ആലോചിച്ച് നോക്കൂ. ദക്ഷിണ കൊടുത്താൽ വേണ്ടാന്ന് പറയില്ല, കയ്യിൽ മേടിച്ച് വെക്കും. അവർ നല്ല ഭക്ഷണം കഴിക്കുന്നു, ഒരു നേരമൊന്നും കഴിച്ചില്ലെങ്കിൽ അവർക്ക് ഭക്ഷണം അതുപോലെ ഇരിക്കുന്നത് നല്ല വലിയ സിംഹാസനത്തിൽ. ഇതൊക്കെയാണ്. അങ്ങനെയുള്ളൊരു വ്യക്തി ഒരിക്കലും ആരാധിക്കാൻ നമുക്ക് കഴിയില്ല. പക്ഷെ വാക്കാണ് സത്യം, സത്യമാണ് ഈശ്വരൻ എന്ന് വിചാരിക്കുന്ന ആളുകൾക്കുള്ളിൽ ഈശ്വരനുണ്ട്. അവർക്ക് സാത്വിക മനോഭാവമുണ്ട്. മറ്റുള്ളവരെല്ലാം രജോ തമോ ഗുണത്തിൽ സ്വയം പ്രശസ്തിയാവാൻ എടുക്കുന്ന വഴികളാണ് ഇതൊക്കെ. ഇതെല്ലാം വിട്ടിട്ട് നമ്മൾ ആ ഒരു സത്യത്തെ അന്വേഷിക്കുകയാണെങ്കിൽ ഈശ്വരനെ നമുക്ക് നമ്മുടെ ഉള്ളിൽ കാണാൻ പറ്റും. എല്ലാ ജീവാത്മാക്കളുള്ളിലും ഈശ്വരനുണ്ട്. നമ്മളെല്ലാ ജീവാത്മാക്കളെയും ബഹുമാനിക്കാൻ പഠിക്കണം. എല്ലാവരെയും. ആരോടും നമ്മളൊരു റിവെഞ്ചിങ് മെൻറ്റാലിറ്റി വെക്കാതെ ഒരേ മനസ്ഥിതിയിൽ പോകാൻ സാധിക്കണം. ഈ ആൾദൈവങ്ങൾക്കൊന്നും ഇവരുടെ മരണം തടയാൻ പറ്റുന്നില്ലല്ലോ, ഒരിക്കലും തടയാൻ പറ്റുന്നില്ല. ഈ കഴിഞ്ഞിടക്കും കണ്ടു, അത്രയും ടോപ്പസ്റ്റ് ലെവലിൽ നിൽക്കുന്ന ഒരു വ്യക്തി ഹോസ്പിറ്റലൈസ് ആയി സർജറി ആയിട്ട് കിടന്നു. നമ്മൾ ആരെയും ബ്ലെയിം ചെയ്ത് പറയില്ല. അപ്പം മനുഷ്യനാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഈശ്വരൻ്റെ സൃഷ്ടികളാണ് നമ്മൾ. നമ്മൾക്ക് മുകളിലൊരു ഭഗവാനുണ്ട്. ആ ഈശ്വരനെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ ഉപവാസത്തിലൂടെയും ധ്യാനത്തിലൂടെയും നമ്മൾ അറിയാൻ ശ്രമിക്കണം. യോഗ അതിനൊരു അടിസ്ഥാന ഗുണമാണ്. നമ്മൾ കർമ്മയോഗമുണ്ട്, ജ്ഞാനയോഗമുണ്ട്. അങ്ങനെ അറിഞ്ഞ് നമ്മൾ ഈശ്വരൻ എന്ന് പറയുന്ന മഹാസത്യത്തെ നമ്മൾ തിരിച്ചറിയും. അങ്ങനെ തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ പറയുന്നത്, ചില ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഞാൻ എല്ലാം മറന്നു നിന്ന് പോയി, പ്രാർത്ഥിക്കാൻ പോലും മറന്ന്. അപ്പോൾ നമ്മൾ കേൾക്കുന്ന ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ എപ്പോഴും ക്ലാസ്സിൽ പറയുന്നൊരു കാര്യമാണ് ഗുരുവായൂരമ്പലത്തിൻ്റെ കിഴക്കേ നട. അവിടെ ചെന്ന് നിന്ന് കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് പ്രാർത്ഥിക്കും. എന്നിട്ട് കണ്ണ് പോകുന്ന പല വഴിക്കാണ്, അല്ലേ? അവരെന്തിട്ടു, അവരേതിട്ടു, അവർക്ക് എന്തുണ്ട്, അവരേത് വണ്ടിയിലും ഒന്ന് പരിചയക്കാരാണോ, ഇതെല്ലാം വിട്ടിട്ട് ആ കിഴക്കേ നടയിൽ ആ ഒരു ദീപസ്തംഭത്തിൻ്റെ അവിടെ കണ്ണടച്ച് ഒരു നിമിഷം ഭഗവാന്റെ തിരുസ്വരൂപം മനസ്സിൽ ധ്യാനിച്ചങ്ങനെ നിൽക്കുമ്പോൾ അറിയാതെ ഒരു കാറ്റ് നമ്മളിലേക്ക് വരും. അവിടെ തീരാത്ത, അവിടെ പെയ്തൊഴിയാത്ത ഒരു സങ്കടങ്ങളും ഇല്ല. അപ്പം നമ്മളുടെ ഈശ്വരനുമായി, നമ്മൾക്കുള്ളിലുള്ള ഈശ്വരനുമായിട്ട് നമ്മൾ സംവാദത്തിൽ ഏർപ്പെടുകയാണ്. അതാണ് ധ്യാനത്തിന് അത്രയും ഇമ്പോർട്ടൻസ്. ധ്യാനിക്കുമ്പോൾ നമ്മൾ ഏകാഗ്രമായ മനസ്സോടുകൂടി കണ്ണുകൾ അടച്ച് ചെയ്യുന്നത് ചുറ്റിനുള്ള ഒന്നും നമുക്ക് കാണണ്ട, ഒന്നിലേക്കും നമ്മുടെ ശ്രദ്ധ പോകരുത്. അങ്ങനെ നമ്മൾ നമ്മളിലുള്ള ഈശ്വരനെ അറിയാൻ ശ്രമിച്ചാൽ എന്ത് കാര്യം ചെയ്യുമ്പോഴും ശരിയും തെറ്റും നമുക്ക് മുമ്പിൽ വരും. എന്ത് കാര്യം ചെയ്യുമ്പോഴും വരും.
ഒരു തെറ്റിലേക്കും നമ്മൾ പോവില്ല. എല്ലാ മനുഷ്യർക്കും പറ്റും തെറ്റ്, എല്ലാവർക്കും പറ്റും. പാസ്റ്റ് ഈസ് പാസ്റ്റ്. ഫ്രം ദിസ് മൊമെൻറ്റ്, ഈ നിമിഷം മുതൽ നമ്മൾ ചേഞ്ച് ആവണമെന്ന് വിചാരിച്ചാൽ ചേഞ്ച് ആവാൻ പറ്റും. അങ്ങനെ നമുക്ക് ഈശ്വരനെ അറിയാൻ പറ്റും. അല്ലാതെ ഒരിക്കലും ഓടക്കുഴലും പിടിച്ചുകൊണ്ട് ഒരാൾ മുമ്പിൽ വന്നിട്ട് ഞാൻ കൃഷ്ണനാണ്, ശൂലം പിടിച്ച് വന്നിട്ട് ഞാൻ ദേവിയാണ് എന്നൊന്നും പറയില്ല. ആത്മാവിലൂടെ ഈശ്വരനെ തിരിച്ചറിയാൻ സാധിക്കണം. ശരീരം വിട്ടേക്കും, നാളെ കത്തിച്ച് കളയും. പക്ഷെ അതല്ല, ഉള്ളിൽ ഒരു പരമാത്മാവ് കുടികൊള്ളുന്നുണ്ട്. അതിന് നമ്മൾ ധ്യാനത്തിലൂടെ ഹൃദയത്തിലേക്ക് നോക്കണം, അപ്പോഴേ കാണാൻ പറ്റും. അതുപോലെ യേശുദേവൻ പറഞ്ഞിട്ടുണ്ട്, നിന്നെ പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. തീർച്ചയായും ആ കോൺസെപ്റ്റും കൂടി ഒന്ന്. ഇപ്പോൾ എൻ്റെ ഒരു ലൈഫ് പറയുകയാണെങ്കിൽ, ഞാൻ ചെന്നൈ സെറ്റിൽഡാണ്. എനിക്ക് പെട്ടെന്നൊരു വയ്യായിക വന്നു. എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ ബന്ധുമിത്രാദികളെല്ലാം എവിടെയാണ്? കോഴിക്കോടാണ്. എൻ്റെ കൂട്ടുകാരും ഒരുപക്ഷെ എറണാകുളം, തിരുവനന്തപുരമൊക്കെ ആയിരിക്കും. തൊട്ടടുത്തുള്ള ചേച്ചിയോട് ഞാൻ അങ്ങോട്ടൊന്നും പോകാറില്ല, ഞാൻ മിണ്ടാറൊന്നുമില്ല. അവരായി അവരെ പാടായി, ഞാനായി എൻ്റെ പാടായി. ഒരു നെഞ്ചുവേദന വന്നാലൊന്ന് നാക്ക് പൊക്കി വെള്ളം ചോദിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ദൂരെ കിടക്കുന്ന അച്ഛനും അമ്മയും സുഹൃത്തുക്കളും ഫ്ലൈറ്റ് പിടിച്ചെടുത്തുകയാണെങ്കിലും 1 മണിക്കൂർ 25 മിനിറ്റ് എത്തണം. തൊട്ടടുത്തിരിക്കുന്ന വ്യക്തി എന്താ തരാം? അയ്യോ എന്ന് പറഞ്ഞ് താങ്ങാൻ വരും. അതിന് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? നമ്മളെപ്പോലെ നമ്മുടെ അയൽക്കാരനെ സ്നേഹിക്കണം. പലരും ചോദിക്കും, അയൽക്കാർ ഭയങ്കര ദുഷ്ടരാണെങ്കിലും അവരിലൊരു ദുഷ്ടതയില്ല. നമ്മൾ ആ കണ്ണുകൾ കൊണ്ട് കാണുന്നത് കൊണ്ടാണ് ആ ദുഷ്ടത്തരം തോന്നുന്നത്. നമുക്ക് കിട്ടേണ്ടത് എന്തും നമുക്ക് ഈശ്വരൻ തരും. നമുക്ക് കിട്ടാൻ യോഗമില്ലാത്തത് വേണ്ടെന്നേ. ആ രീതിയിൽ നമ്മൾ എല്ലാവരോടും സ്വാർത്ഥത വെടിഞ്ഞ്, അഹങ്കാരബോധം വെടിഞ്ഞ്, ഞാനെന്ന ഭാവം വെടിഞ്ഞ് ക്ഷമയോടെ ഇടപെട്ടാൽ നല്ല കാര്യമാണ്. നമുക്കത് തന്നെയാണ് ഏറ്റവും വലിയ ഇതും. അതിനാണ് എന്താ പറയുക, തമ്പുരാൻ പോലും പറഞ്ഞത്, നീ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കൂ, തിന്മയെ നന്മ കൊണ്ട് കീഴടക്കൂ എന്ന് പറയുന്നത്. ഇനിയും ബൈബിളിലൊരു വേർഡുണ്ട്, പ്രഭാതത്തിൻ്റെ താക്കോലും സന്ധ്യയുടെ പൂട്ടുമാണ് പ്രാർത്ഥന. പ്രഭാതം നമ്മളൊരു ദിവസം ഒരു അലമാര തുറക്കുന്നത് എന്താ? താക്കോലിട്ടിട്ട്. ഒരു വീട് തുറക്കുന്നത് താക്കോലിട്ടിട്ട്. പ്രഭാതത്തിൻ്റെ താക്കോൽ, അതായത് രാവിലെ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രഭാതം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പ്രാർത്ഥനയോട് കൂടിയായിരിക്കണം. സന്ധ്യയുടെ പൂട്ടുമാണ് പ്രാർത്ഥന. അത് അങ്ങനെയുള്ള ഒരു സ്പിരിച്വൽ ലൈഫിൽ നമ്മൾ പോവുകയാണെങ്കിൽ ഈശ്വരനെ മനസ്സിലാക്കാൻ പറ്റും, അയൽക്കാരനെ എന്തുകൊണ്ട് സ്നേഹിക്കാൻ പറഞ്ഞെന്ന് മനസ്സിലാവും. അതുപോലെ തന്നെ പള്ളികളിൽ രൂപങ്ങളില്ലാതെ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, അതായത് ഇസ്ലാം മതമായിട്ട് ബന്ധപ്പെട്ട് അതിനെ കൂടി ഒന്ന്. അവർ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഋഷിവര്യന്മാർ, ഇപ്പോഴത്തെ അല്ല കേട്ടോ, കുറച്ച് കാലങ്ങൾക്ക് മുൻപേ ഉള്ള ഋഷിവര്യന്മാർ, സിദ്ധറുകളെയൊക്കെ നോക്കുകയാണെങ്കിൽ അവരെന്താ ചെയ്തുകൊണ്ടിരുന്നത്? ധ്യാനം മാത്രം. കണ്ണുകളടച്ച് ഏകാഗ്രമായ മനസ്സോടുകൂടി ഈശ്വരനെ കാണാൻ ശ്രമിക്കും. ആസ് ദ സെയിം പള്ളിയിലും. നമ്മൾക്കിപ്പോൾ എൻ്റെ വീട്ടിൽ വലിയ പൂജാ റൂമുണ്ട്. ആ പൂജാ റൂമിൽ കുറേ ഈശ്വരന്മാരെയൊക്കെ വെച്ചിട്ടുണ്ട്. എല്ലാവരെയും തൂക്കി എനിക്ക് നടക്കാൻ പറ്റുമോ? ഇല്ല. ഞാൻ ഗുരുവായൂരപ്പ ഡിവോട്ടിയാണ് എന്ന് അങ്ങനെ ഒരിക്കലും നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം ഒരു യഥാർത്ഥ ഭക്തൻ എന്നും പറയുന്നത് വായലൊതുങ്ങുന്ന വേർഡല്ല. ഭക്തി പ്രാക്ടീസ് ചെയ്യുന്നവരാണ് നമ്മൾ. ഗുരുവായൂർ അമ്പലത്തിൻ്റെ അടുത്താന്ന് പറഞ്ഞാൽ പോകുന്നിടത്തെല്ലാം അമ്പലം കൊണ്ട് നടക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ 24 മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്യാനും പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? രൂപമില്ലാതെ നമ്മൾ ഈശ്വരനെ ധ്യാനിക്കാൻ പഠിക്കണം. അതിൻ്റെ സിംറ്റംസാണ് മുസ്ലിംസും ക്രിസ്ത്യൻസും എല്ലാം ചെയ്യുന്നത്. നബി പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ ഈശ്വരനല്ല പ്രവാചകനാണെന്ന്. യേശുക്രിസ്തു പറഞ്ഞല്ലോ പ്രവാചകനാണെന്ന്. കൃഷ്ണനും ധർമ്മം പ്രചരിപ്പിച്ച വ്യക്തിയാണ്. പക്ഷേ ഈശ്വരൻ തന്നെയാണ്, ഇല്ല എന്നല്ല. നമ്മൾ ഹിന്ദു ആയാലും ക്രിസ്ത്യൻ ആയാലും മുസ്ലിം ആയെങ്കിലും മനസ്സ് ശുദ്ധമാക്കി ധ്യാനത്തിലിരുന്ന ഈശ്വരൻ സമീപസ്ഥനാ. അതിന് നമുക്കൊരു ഉപാധിയും വേണ്ട. പക്ഷേ നമ്മുടെ ഹൈന്ദവ കുലത്തിൽ ഒരുപാട് ഭഗവാന്റെ ഐഡൽസ് എല്ലാം ഉണ്ട്. അത് നമുക്കൊരു ഉപാധി മാത്രമാണ്. ഉപാധിയോട് നമ്മൾ കിഴക്കേ നടയിൽ നിന്നിട്ട് തെക്കേ നട കേൾക്കുന്ന ഭാഗത്തിൽ വിളിച്ച് പറയില്ലല്ലോ ആരുടെയും പ്രാർത്ഥന. മനസ്സിലല്ലേ പ്രാർത്ഥിക്കുക. ഒരു കൃഷ്ണൻ, സാക്ഷാൽ കൃഷ്ണ വിഗ്രഹം മുമ്പിലുണ്ടെങ്കിലും നമ്മൾ ഗുരുവായൂരപ്പ എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് കേട്ടോ ഗുരുവായൂരപ്പ എന്നൊന്നും ആരും പറയില്ല. ആ കൃഷ്ണ വിഗ്രഹം ഉണ്ടെങ്കിലും കണ്ണടച്ച് നിന്ന് പ്രാർത്ഥിക്കുക ചെയ്യുന്നത്. അതിനെയാണ് അവരും ചെയ്യുന്നത്. അതിൽ പ്രത്യേകിച്ച് നിങ്ങൾക്ക് ക്രിസ്ത്യൻസിന് വേണോ കുരിശ് വെച്ചോളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണോ ഖുറാൻ എടുത്ത് വെച്ചോളൂ, ഹിന്ദുക്കൾക്ക് വേണോ ഗീത എടുത്ത് വെച്ചോളൂ, അത്രയേ ഉള്ളൂ. അതിനെ നമുക്ക് ഒരു തെറ്റായിട്ടും പറയാൻ കഴിയില്ല. പക്ഷെ അവരില്ലാത്ത ഒന്നിനെ പ്രാർത്ഥിക്കുന്നൊന്നും പറയാൻ പറ്റില്ല. എല്ലാ പ്രാർത്ഥനയും ഒരൊറ്റ സത്യത്തിലേക്കാണ് ചെല്ലുന്നത്. ഓരോ മതങ്ങളും ഓരോ ധാർമ്മിക വഴികൾ പറഞ്ഞു തരുന്നുണ്ട്. ഇങ്ങനെ ജീവിക്കണം, ഇങ്ങനെ ജീവിക്കണമെന്ന്. ആ വഴികളിലൂടെ നമ്മൾ ഈശ്വരനെ കാണാൻ ശ്രമിക്കുന്നു. അത്രയേ ഉള്ളൂ. ഭഗവാൻ കലിയുഗത്തിൽ എവിടെയാണ് ഇരിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാൻ എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ ഒറ്റ കാര്യം പറഞ്ഞു, നാമത്തിൽ ഞാനുണ്ടെന്ന്. ഈ കലിയുഗത്തിൽ ഈശ്വര നാമത്തിൽ, ഭഗവാന്റെ നാമത്തിൽ, അതായത് ജപമാണ് ഏറ്റവും വലുത്. ജപിക്കാൻ നമുക്കൊന്നും ആവശ്യമില്ല, എവിടെ ഇരുന്നും ഏകാഗ്രതയോടുകൂടി ജപിക്കാം. നമസ്കാരം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.